മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. നടിയും കോൺഗ്രസ് പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന് പിന്നാലെ എഴുത്തുകാരിയായ ഹണി ഭാസ്കറും രാഹുലിനെതിരെ ആരോപണവുമായി എത്തി. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് ഇൻബോക്സിൽ കമന്റുമായി എത്തി സൗഹൃദമുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് അശ്ലീല കഥകളായി സുഹൃത്തുക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചുവെന്നും ഹണി ആരോപിക്കുന്നു. സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേർട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാവുകയാണ് രാഹുലെന്നും ഹണി പറയുന്നു. രാഹുലിന്റെ ഇരയായ സ്ത്രീകളെ അറിയാമെന്നും ഹണി ഭാസ്കർ. രാഹുലിനെതിരെ പ്രതിഷേധവുമായി LDFും BJPയും രംഗത്ത് വന്നു. അജയ്, സുധ, ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായ രീതിയിലുള്ള പല ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ സൈബർ ഇടത്തിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അന്ന് ഈ പരാതി ഉന്നയിക്കുന്നത് ആരാണ് പരാതിക്കാര് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക്, പരാതിപ്പെടുന്നവർക്ക് കൃത്യമായ മുഖവും മേൽവിലാസവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പരാതിയുടെയും ആരോപണങ്ങളുടെയും ഒക്കെ വ്യാപ്തി, ഗൗരവം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ഏത് വിധത്തിലാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്, എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്? അതേസമയം തന്നെ LDFും BJPയും ഒരേപോലെ ഈ വിഷയത്തെ ആയുധമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെ യുവനടിയായിട്ടുള്ള റിനി ആൻഡ് ജോർജ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ ഏത് യുവനേതാവിനെയാണ് പേരുന്നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയണം, ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയണം എന്നുള്ള പേരിൽ ഇവർക്കെതിരെ സൈബർ ആക്രമണവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് ആണ് വന്നത് എന്നുള്ള കാര്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അവർ പേര് വെളിപ്പെടുത്താനായി തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് മറ്റൊരു യുവ എഴുത്തുകാരി കൂടി ഇത്തരത്തിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എഴുത്തുകാരിയായ ഹണി ഭാസ്കറാണ് ഈ ഒരു പുതിയ വെളിപ്പെടുത്തലിന് പിന്നിൽ. ഇന്നലെ റിനി ആൻഡ് ജോർജ് പേര് വെളിപ്പെടുത്തിയില്ല. ഹൂ കെയേഴ്സ് എന്ന് ഒരു ആറ്റിറ്റ്യൂഡുള്ള യുവ നേതാവാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരി രംഗത്തെത്തിയിട്ടുണ്ട്. തൻ്റെ ശ്രീലങ്കൻ യാത്രയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നിട്ടുള്ള ഒരു റിപ്ലൈ മറുപടിയിൽ നിന്നാണ് ഈ സംഭാഷണങ്ങളുടെ തുടക്കം എന്നാണ് അവർ പറയുന്നത്. കൃത്യമായി ഈ വർഷം തന്നെ ജൂൺ 9-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എന്നും അവർ പറയുന്നുണ്ട്. താനൊരു ശ്രീലങ്കൻ യാത്രയിലായിരുന്നു. അപ്പോൾ തൻ്റെ യാത്രയെക്കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി നിരവധി പേർ തനിക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ശ്രീലങ്കൻ യാത്രയെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് തൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിൽ റിപ്ലൈ തരുന്നത്. ആദ്യം ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഹാർട്ട് മെസ്സേജ് ആയിരുന്നു വന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഹണി ഭാസ്കർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തനിക്ക് ശ്രീലങ്കൻ യാത്ര നടത്താൻ ഉദ്ദേശമുണ്ടെന്നും ഈ യാത്രയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്നും ഹണി ഭാസ്കറിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചതായി അവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വന്നു. താൻ ഇതിന് കൃത്യമായി മറുപടിയും നൽകി. തൻ്റെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ആളായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് താൻ സൗഹാർദ്ദപരമായി തന്നെ മറുപടി നൽകി എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി പിന്നിട്ടതിന് ശേഷം തനിക്ക് തുടർച്ചയായി മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയെന്നും അപ്പോഴാണ് തനിക്കിതൊരു ശല്യമായി അനുഭവപ്പെടാൻ തുടങ്ങിയതെന്നും അവർ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരു ബെറ്റും വെച്ചിട്ടാണ് തന്നോട് പോയത്. താൻ പിന്നീട് കൂടുതൽ മറുപടി നൽകാതിരുന്നത് കാരണം ആ സംഭാഷണം അവിടെ അവസാനിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളുമായിട്ട് ഉള്ള സൗഹൃദ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മോശമായി ചിത്രീകരിച്ചു എന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത്. ഇത്തരം നേതാക്കൾക്കിടയിൽ തന്നെ പറ്റി എതിർചേരിയിൽ രാഷ്ട്രീയ പക്ഷത്തിലുള്ള സ്ത്രീകൾ പോലും തനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സുഹൃത്തുക്കളുടെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിൽ വീമ്പ് പറഞ്ഞതെന്നും ഈ എഴുത്തുകാരി പറയുന്നുണ്ട്.
അതുപോലെ തന്നെ അവർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, തൻ്റെ ഒരു സുഹൃത്തായ കോൺഗ്രസ് പ്രവർത്തകനോട് ഈ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചു. എന്നാൽ തൻ്റെ സുഹൃത്ത് വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ ഇവർക്ക് നൽകുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴിയാണ്, തൻ്റെ സുഹൃത്ത് വഴിയാണ് താൻ ഇത്തരത്തിലൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നു എന്നുള്ള വിവരം താൻ അറിഞ്ഞത് എന്ന് അവർ പറയുന്നുണ്ട്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റ് പലരിൽ നിന്നും ഉണ്ടായിട്ടും താനിത് തുറന്ന് പറഞ്ഞില്ല. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ, ഈ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാൻ തുടങ്ങിയതോടെ ഇപ്പോഴിത് പ്രതികരിക്കേണ്ടത് ആവശ്യകതയായി തോന്നിയതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കൃത്യമായി ഈ നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി ഭാസ്കർ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നലെ റിനി ആൻഡ് ജോർജ് പേര് പറഞ്ഞില്ല എന്നുള്ള പേരിൽ അവർക്കെതിരെ സൈബർ ആക്രമണം ഉൾപ്പെടെ പല ഹാൻഡിലുകളിൽ നിന്ന് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്നലെ റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നു, തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നതായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് കൂടി ചേർത്ത് പറയുന്ന സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളെ വരെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. CPM-ന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇനി വരും മണിക്കൂറുകളിൽ, ഇന്നത്തെ ദിവസം ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് തന്നെ നയിച്ചേക്കാം. ആര്യൻ, അജയ്, അതായത് ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, പാലക്കാട് MLA ആണ്. അത്തരത്തിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ തന്നെയാണ് ഈ വലിയ ആരോപണങ്ങളുടെ ഒരു പ്രവാഹം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മിണ്ടാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ നേതാക്കന്മാർക്കോ നേതൃത്വത്തിനോ സാധിക്കാത്ത സാഹചര്യമാണ്. ഇതുവരെ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞു, അതായത് പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല, വീണ്ടും ഉന്നത പദവികൾ നൽകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി എന്നുള്ളത്. അതേപോലെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്, ഷാഫി പറമ്പിലിനടക്കം ഈ വിഷയം അറിയാമായിരുന്നു, പരാതി ഇത്തരത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം അറിയാമായിരുന്നു, എന്നിട്ടും പ്രതികരിച്ചില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നതല്ലേ സാഹചര്യം? അതെ, ഇത്തരത്തിലൊരു സമാനമായിട്ടുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഇതിനെപ്പറ്റി ഇപ്പോൾ കഷ്ടിച്ച് ഒരു മാസം മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ഇത് അടിസ്ഥാനമില്ലാത്ത, മുഖമില്ലാത്ത ആരോപണങ്ങളാണ് തനിക്ക് നേരെ വരുന്നത്, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അന്ന് മറുപടിയായിട്ട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ഒരു മുഖം മാത്രമല്ല, കൂടുതൽ മുഖങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലെ റിനി ആൻഡ് ജോർജ് പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിലെ പല നേതാക്കളുടെ മക്കൾക്ക് പോലും ഈ യുവ നേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലരും ഈ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, പലരും ഇതിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല. നിരവധി പേർ ഇയാൾക്കെതിരെ ഇപ്പോൾ പരാതിയുമായി വരുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇയാളെ പറ്റി ഒരു പരാതിയുമായി രംഗത്ത് വരാൻ ആരും തയ്യാറാകാത്ത ഈ സാഹചര്യത്തിലാണ് തൻ്റെ കടന്നുവരവ് എന്ന് യുവനടി പറയുന്നുണ്ട്. എന്നാൽ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. ഇന്ന് ഹണി ഭാസ്കർ എടുത്തു സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, താങ്കളോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും കോൺഗ്രസിലെ തന്നെ മറ്റൊരുപാട് വനിതാ നേതാക്കളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ താങ്കളിൽ നിന്ന് എന്തുമാത്രം മോശം അനുഭവമായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ നിന്ന് പോലും ഇടപഴകുന്ന ആൾക്കാർക്ക് ഇത്തരം മോശം അനുഭവം ഉണ്ടാകുമ്പോൾ പലരും ഭയം കൊണ്ട് ഇത് കോൺഗ്രസിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധിയാകും താൻ നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക കാരണം ഇതൊന്നും പുറത്തു പറയാതെ ഭയന്ന് കഴിയുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഈ ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കോൺഗ്രസിനെതിരെ കൂടിയുള്ള ഒരു കടന്നാക്രമണമാണ് ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ളത്. ഫണ്ട് തട്ടിപ്പിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമെല്ലാം താങ്കളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന യുവ നേതാക്കൾ പലരോടും ആയിട്ടാണ് താങ്കൾ ഈ കാര്യം പറയുന്നത്. ഇത്തരത്തിലൊരു ആഭാസ കൂട്ടത്തിൻ്റെ ഇടയിൽ
മേഖലയിൽ സ്ത്രീ വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സ്ത്രീകളെ മോശമായി കാണിക്കുന്ന ഒരു പ്രവണതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തൻ്റെ പേര് വലിച്ചിട്ട ഒരു അനുഭവമാണ് താൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. താൻ അദ്ദേഹം പ്രതികരിച്ച് തനിക്ക് മെസ്സേജുമായി വന്ന കൂടുതൽ കാര്യങ്ങൾക്ക് താൻ മറുപടി നൽകിയിരുന്നില്ല. ഇതിനു മുൻപ് തന്നെ തനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ പ്രവൃത്തികളെ പറ്റി മറ്റ് പലരിൽ നിന്നും താൻ കേട്ടിരുന്നു. എന്നാൽ അത്തരം തനിക്ക് മുൻപ് ഈ നേതാവിനെ പറ്റി ഉണ്ടായിരുന്ന ആ ധാരണകളെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഈ മെസ്സേജ് തനിക്ക് വന്നതെന്നും ഈ ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പ് സ്വകാര്യമായിട്ടും അല്ലാതെയുമായിട്ടുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി പലരും ഇവരോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു നിരവധി പേർ ഈ നേതാവിനെതിരെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ, യൂത്ത് കോൺഗ്രസിലുള്ള പ്രവർത്തകർ തന്നെ തന്നോട് ഈ കാര്യം സൂചിപ്പിക്കണമെങ്കിൽ, എതിർചേരിയിലുള്ള രാഷ്ട്രീയ പക്ഷത്തുള്ള തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ എത്രമാത്രം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ഒരുപാട് പേരോട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇവരുടെ ഈ തൻ്റെ സുഹൃത്തായിട്ടുള്ള ആളിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരോട് വരെ മോശമായിട്ട് പെരുമാറുന്ന ഈ പ്രവൃത്തിയിൽ സഹികെട്ടാണ് കോൺഗ്രസിൽ തന്നെ പലരും ഇരിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. ഇന്നലെ റിൻസി ആൻഡ് ജോർജ് പറഞ്ഞ ഒരു കാര്യം, ഈ ഇത്തരത്തിൽ നിരവധി പേർ പരാതിയായിട്ട് എത്തിയിട്ടും താൻ തന്നെ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ട് പോലും നിരവധി സ്ഥാനമാനങ്ങൾ ഈ യുവ നേതാവിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഹണി ഭാസ്കർ പറയുന്നതനുസരിച്ച് ഹണി ഭാസ്കറിന് സന്ദേശം അയച്ചതിന് ശേഷമാണ് ഈ പാലക്കാട് ഇപ്പോൾ അങ്ങനെ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഈ കൂടുതൽ ഉന്നതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ ലഭിച്ചതിലും കൂടി ഒരു കുറ്റപ്പെടുത്തലുമായിട്ടാണ് ഇന്നലെ റിൻസി ആൻഡ് ജോർജ് ആണെങ്കിലും എത്തുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇന്നലെ ഒരു റിൻസി ആൻഡ് ജോർജ് ഒരു പേരില്ലാതെ യുവ നേതാവിനെതിരെ ആരോപണവുമായിട്ട് വന്നിരുന്നു. ഇന്ന് ഹണി ഭാസ്കർ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരോപണം ഉന്നയിക്കുന്നു. മുൻപ് ഇത്തരത്തിലൊരു ആരോപണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ രണ്ടുപേർ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ മറ്റ് പരാതികളൊക്കെ ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി എങ്ങനെ രാഷ്ട്രീയപരമായി ഉള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും ഉയർന്നു വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്.